സംപൂജ്യരായ ഗുരുജനങ്ങളെ, സഹോദരി സഹോദരന്മാരെ, പ്രിയമുള്ള സഹൃദയ സുഹൃത്തുക്കളെ, കഥാപ്രസംഗ പരിപാടി ഞങ്ങൾ ആരംഭിക്കുകയാണ്. നിങ്ങളേവരുടെയും അനുമതിയോടുകൂടി കുറ്റിക്കാട്ട് ദേവസ്വം ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ചുള്ള ഇന്നത്തെ പരിപാടികളിൽ പങ്കെടുക്കുവാൻ, ഇപ്പോൾ കഥാപ്രസംഗം കേൾക്കുവാൻ സസ്നേഹയോടെ സമ്മേളിച്ചിരിക്കുന്ന നിങ്ങളേവരെയും പുരോഗമന കഥാപ്രസംഗ കലാസംഘടനയുടെ പേരിൽ വിനയപൂർവ്വം ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ഈ കഥാവേദിയിൽ പലപ്പോഴും കഥാപ്രസംഗം അവതരിപ്പിക്കുവാൻ അവസരമുണ്ടായിട്ടുള്ള ഒരാളാണ് ഞാൻ. വളരെ കാലങ്ങളായി തന്നെ വീണ്ടും ഇന്ന് നിങ്ങളുടെ പരിഗണനയ്ക്കായി പരിപാടി അവതരിപ്പിക്കുവാൻ അവസരമുണ്ടാക്കിയ ഉത്സവ ഭാരവാഹികളോടും അവർക്ക് വേണ്ടുന്ന എല്ലാ പിന്തുണയും പ്രചോദനവും നൽകിയ നല്ലവരായ നാട്ടുകാരോടും നിങ്ങൾ ഓരോരുത്തരോടും എനിക്കുള്ള നന്ദിയും കൃതജ്ഞതയും രേഖപ്പെടുത്തിക്കൊണ്ട്, സഹൃദയ സുഹൃത്തുക്കളെ, നിങ്ങളേവരുടെയും സഹർഷമായ സമാസ്വാദനത്തിനായി ഇന്നത്തെ ഈ കഥാപ്രസംഗ കലാപരിപാടി കാഴ്ചവെക്കട്ടെ. അഭിവാദ്യം. പങ്കെടുക്കുന്നവർ സാംബശിവനെ കൂടാതെ വെൺമണി വിജയകുമാർ, കൊച്ചി രാജപ്പൻ, ആലപ്പി ബേബി, ആലപ്പി യൂസുഫ്, ബലൻ. നിങ്ങൾ നോട്ടീസിൽ വായിച്ച കഥ തന്നെയാണ്. ശ്രീ എസ് കെ പൊറ്റക്കാടിന്റെ പ്രേമശില്പി. പ്രേമശില്പി ഇവിടെ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ടാവണം എന്നാണ് എന്റെ വിശ്വാസം. ഈ വിശ്വാസത്തിന്റെ പേരിൽ പറയുന്നത് അത്രയധികം പഴക്കമുള്ളൊരു കഥയായതുകൊണ്ടാണ്. ഈ കഥ ഞാൻ ആദ്യമായിട്ട് അവതരിപ്പിച്ച 1957 30 വർഷം കഴിഞ്ഞിരിക്കുന്നു. 30 വർഷത്തിനുള്ളിൽ 12 മന്ത്രിസഭ മാറിയിരിക്കുന്നു. മന്ത്രിസഭയുടെ കണക്ക് കൂട്ടിയ 12 എണ്ണം മാറിയിരിക്കുന്നു. വലുതും ചെറുതുമായ മന്ത്രിസഭ, പിന്തിരിപ്പന്മാരുടെയും പുരോഗമനവാദികളുടെയും മന്ത്രിസഭ, ഇങ്ങനെ പലതും നമ്മൾ കണ്ടവരാണ്. 13ാമത്തെ മന്ത്രിസഭയുടെ കാലമായിരിക്കുന്നു. ഈ സന്ദർഭത്തിൽ വീണ്ടും ഇന്ന് പ്രേമശില്പി അവതരിപ്പിക്കുവാൻ അവസരമുണ്ടായതിൽ എനിക്ക് ചാരിതാർത്ഥ്യമുണ്ട്. കാരണം 30 വർഷം മുമ്പ് പറഞ്ഞൊരു കഥ ഇവിടെ അവതരിപ്പിക്കണമെന്നൊരു സംഘാടകർ തീരുമാനിക്കണമെങ്കിൽ ഇതിന് സംഘാടകരുടെ മനസ്സിലും ഇവിടുത്തെ സഹൃദയരുടെ മനസ്സിലും ഇത് മായാതെ പതിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഈ കഥയ്ക്കുള്ളൊരു അംഗീകാരമാണ് ആ തീരുമാനമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങളുടെ അംഗീകാരത്തിന് നന്ദി പറയട്ടെ ഒരിക്കൽ കൂടി. ഈ കഥാപ്രസംഗ പ്രസ്ഥാനം ഒരു പുഷ്പവല്ലിയാണ് എന്ന് സങ്കല്പിച്ചാൽ, എന്റെ കഥാപ്രസംഗ പ്രസ്ഥാനം എന്റെ ഒരു കഥാവല്ലിയാണ് എന്ന് സങ്കല്പിച്ചാൽ, അതിൽ ആണ്ടോടാണ്ട് ഒന്നിലധികം പൂക്കൾ വിടരാറുണ്ട്. ഓരോ കഥാപുഷ്പങ്ങൾ. ഈ 38 വർഷത്തിനുള്ളിൽ 45ലധികം പൂക്കൾ വിടർന്നിട്ടുണ്ട്. അതെല്ലാം വിടർന്നു തന്നെ നിൽക്കുന്നില്ല, ചിലതൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ 10-35 ഇപ്പോഴും വാടാ നിൽക്കുന്നു, വാടാ മലരുകളായി തന്നെ നിൽക്കുന്നു. അതിലൊന്നാണ്
നല്ല സുഗന്ധവും സൗരഭ്യവും മധുവും മണവും നല്ല നിറപ്പകിട്ടുമുള്ള ഒരു പുഷ്പം 30 വർഷം മുമ്പ് വിടർന്ന മനോഹരമായൊരു കഥാപുഷ്പം തന്നെയാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്ന പ്രേമശില്പി. എസ് കെ പൊറ്റക്കാടിന് മനോഹരമായൊരു ഖണ്ഡകാവ്യം. പൊറ്റക്കാട് ഒരു നോവലിസ്റ്റാണ്, ചെറുകഥാകൃത്താണ്, സഞ്ചാര സാഹിത്യകാരനാണ്, കവിയുമാണ്. അക്കാര്യത്തിൽ അദ്ദേഹം സകലകലാവല്ലഭനാണ്. അദ്ദേഹം ഗദ്യവും പദ്യവും ഒരുപോലെ അനായാസമായിട്ട് കൈകാര്യം ചെയ്യും. അദ്ദേഹം ഒരു സാഹിത്യ സവ്യസാചിയാണ്. സവ്യസാചി എന്ന് നമ്മൾ സാധാരണ വിളിക്കുന്നത് അർജുനനെയാണ്. അർജുനെ അങ്ങനെ വിളിക്കാൻ കാര്യം അർജുന് ഇടത്തെ കൈയും വലത്തെ കൈയും ഒരുപോലെ സ്വാധീനമാണ് ഈ അസ്ത്രപ്രയോഗത്തിൽ. അതുപോലെ പദ്യവും ഗദ്യവും ഒരുപോലെ അനായാസമായിട്ട് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ആളാണ് പൊറ്റക്കാട്. അദ്ദേഹം സാഹിത്യ സവ്യസാചിയാണ്. ഇന്ത്യയിൽ ഒരാൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ സാംസ്കാരിക ബഹുമതിയാണല്ലോ ജ്ഞാനപീഠം അവാർഡ്. അത് 3 മലയാളികൾക്ക് കിട്ടിയിട്ടുണ്ട്. അതിലൊന്ന് ഒരാൾ എസ് കെ പൊറ്റക്കാടാണ്. ആദ്യം ജി ശങ്കരക്കുറുപ്പിന് കിട്ടി, പിന്നെ അദ്ദേഹത്തിന് എസ് കെ പൊറ്റക്കാട് പിന്നീട് തകരിച്ചു. എസ് കെ പൊറ്റക്കാടിന്റെ സഞ്ചാര സാഹിത്യങ്ങളിൽപ്പെട്ട ഒരു ഖണ്ഡകാവ്യമാണ് പ്രേമശില്പി. ഖണ്ഡകാവ്യങ്ങൾ നമുക്കിപ്പോഴില്ലല്ലോ. ഖണ്ഡകവിതകൾ പോലുമില്ല. കവിത തന്നെ ഇപ്പോഴില്ല. കവിത എന്നുള്ള ആ കലാശാഖ തന്നെ ഉണങ്ങി വരണ്ടു പോയിരിക്കുന്നു. കവിത എന്ന കലാശാഖയുടെ കൂമ്പടഞ്ഞ കാലഘട്ടത്തിൽ അദ്ദേഹം അവതരിപ്പിച്ച മനോഹരമായൊരു ഖണ്ഡകാവ്യമാണ് പ്രേമശില്പി. 1957 ഇതാദ്യമായി പ്രത്യക്ഷപ്പെട്ടു. അന്ന് തന്നെ ഞാൻ കഥാപ്രസംഗ രൂപത്തിൽ അവതരിപ്പിച്ചു. ഇപ്പോഴും വർഷാവർഷം ഇത് പറയുന്നുണ്ട്. പുതിയ പുതിയ കഥകളൊക്കെ അവതരിപ്പിക്കുന്നെങ്കിൽ ഇത് പുതിയതായിട്ട് എല്ലാ വർഷവും പറയുന്നുണ്ട്. അദ്ദേഹം പോകാത്ത നാടുകളില്ല എസ് കെ പൊറ്റക്കാട്. അദ്ദേഹം സഞ്ചരിച്ച നാടുകളെക്കുറിച്ച് അനുസ്മരിച്ചുകൊണ്ട് ചില വരികളൊക്കെ അദ്ദേഹം മനോഹരമായ കുറെ വരികൾ എഴുതിയിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെ ഈ കഥ തുടങ്ങാം. ജാവയിൽ, ഈജിപ്തിൽ, ഉത്തരാഫ്രിക്കയിൽ, സോവിയറ്റ് ഏഷ്യയിൽ, ചെക്കോസ്ലവാക്യയിൽ, ജാവയിൽ, ഈജിപ്തിൽ, ഉത്തരാഫ്രിക്കയിൽ, സോവിയറ്റ് ഏഷ്യയിൽ, ചെക്കോസ്ലവാക്യയിൽ വിവിധ മണ്ഡലങ്ങൾക്കും ഉപരിയായി കാവ്യാന്തരീക്ഷത്തിലൂടെ ചരിക്കവേ വിവിധ മണ്ഡലങ്ങൾക്കും ഉപരിയായി കാവ്യാന്തരീക്ഷത്തിലൂടെ ചരിക്കവേ അന്ധകരണ പ്രതിസ്പന്ദനങ്ങളെ ബന്ധിച്ചുകൊണ്ടു രചിച്ച കാവ്യങ്ങളെ കാവ്യസമ്പുഷ്ടയാം കൈരളിക്കേറുന്നു കേവലം ആത്മസംതൃപ്തിക്കു വേണ്ടി ഞാൻ, കേവലം ആത്മസംതൃപ്തിക്കു വേണ്ടി ഞാൻ. കാവ്യസമ്പുഷ്ടയാം കൈരളിക്കേറുന്നു കേവലം ആത്മസംതൃപ്തിക്കു വേണ്ടി ഞാൻ, കേവലം ആത്മസംതൃപ്തിക്കു വേണ്ടി ഞാൻ. മലയാള സാഹിത്യം അദ്ദേഹത്തിന്റെ കൃതികളെ കൂടാതെ തന്നെ കാവ്യസമ്പുഷ്ടയാണ്. വളരെ വിനയത്തോടുകൂടി അദ്ദേഹം പറയുന്നു, അദ്ദേഹത്തിന്റെ ആത്മസംതൃപ്തിക്ക് വേണ്ടി ഈ കാവ്യം മലയാള സാഹിത്യയുടെ കാഴ്ചവെക്കുന്നു. എന്റെ ആത്മസംതൃപ്തിക്ക് വേണ്ടി, നിങ്ങളുടെ സംതൃപ്തിക്ക് വേണ്ടി ഞാനൊരു കഥാപ്രസംഗ രൂപത്തിൽ നിങ്ങളുടെ ഹൃദയതലങ്ങളിൽ കാഴ്ചവെക്കുന്നു. കാവ്യസമ്പുഷ്ടയാം കൈരളിക്കേറുന്നു കേവലം ആത്മസംതൃപ്തിക്കു വേണ്ടി ഞാൻ, കേവലം ആത്മസംതൃപ്തിക്കു വേണ്ടി ഞാൻ. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ഒരിക്കലും മറക്കാനാവാത്ത ചില അനുഭവങ്ങളുണ്ടല്ലോ. ഒരിക്കലും വിസ്മരിക്കാനാവാത്ത ചില അനുഭൂതികളുണ്ട്. ആ കാര്യത്തിൽ നമ്മളെല്ലാവരും സമന്മാരാണ്.
ഉദാഹരണത്തിന് ആ കല്യാണം കഴിച്ച ദിവസത്തെക്കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കുക. കല്യാണം കഴിച്ച ആ ദിവസത്തെക്കുറിച്ച്. കല്യാണം കഴിക്കാത്തവർ കാണും, അതാ പലരും ചിരിച്ചത്. അവർ ചുമ്മാ അങ്ങ് ആലോചിച്ചുകൊണ്ടാ മതി. വെറുതെ ആലോചിച്ചാൽ പോലും രസമുള്ള ഒരു നിമിഷം, ഒരു അനുഭൂതിയല്ലേ ആ ദിവസത്തെക്കുറിച്ചുള്ള അനുഭൂതി. പറയാൻ കഴിയും, ഈ കഥയിലെ നായിക ഇതുപോലെ കല്യാണം കഴിച്ച ആദ്യത്തെ ദിവസം ഭർത്താവിന്റെ വീട്ടിൽ വന്ന് നിൽക്കുകയാണ്. കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞതേ ഉള്ളൂ. വിവാഹിതയായി ഭർത്താവിന്റെ വീട്ടിൽ വന്നിട്ട് കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞതേ ഉള്ളൂ. സമയം പടിഞ്ഞാറു ചാഞ്ഞു സൂര്യൻ പരിരമ്യമായി മഞ്ഞയിൽ കടുപ്പുറപ്പും കലർന്ന് തരുക്കളുടെ. പടിഞ്ഞാറു ചാഞ്ഞു സൂര്യൻ പരിരമ്യമായി മഞ്ഞയിൽ കടുപ്പുറപ്പും കലർന്ന് തരുക്കളുടെ. രാജക്കര കേസരങ്ങൾ വീശിടുന്നു ദൂരത്തൊരു രാജമല്ലിമരം പൂത്ത് വിലക്കും പോലെ. രാജക്കര കേസരങ്ങൾ വീശിടുന്നു ദൂരത്തൊരു രാജമല്ലിമരം പൂത്ത് വിലക്കും പോലെ. മനോഹരമായ മഞ്ഞുവെയിലുള്ള നല്ലൊരു സായങ്കാലം. സൂര്യനങ്ങൾ അസ്തമിച്ചു കഴിഞ്ഞു. സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞപ്പോ കടലിന്റെ പടിഞ്ഞാറക്കരയ്ക്ക് ഒരു പെണ്ണ് വന്നിരിക്കുന്നു. ആ പെണ്ണിനെ നിങ്ങൾ കൊല്ലക്കാർ കണ്ടിട്ടുണ്ട്. കടലിന്റെ പടിഞ്ഞാറക്കരയ്ക്ക് വന്നിരിക്കുന്ന പെണ്ണ് ഞങ്ങൾ കൊല്ലക്കാർ ദിവസവും കാണാറുണ്ട്. കടലിന്റെ പടിഞ്ഞാറക്കരയ്ക്ക് അതിസുന്ദരിയായ ഒരു പെണ്ണ് ദിവസവും വന്നിരിക്കും. ആ പെണ്ണിന്റെ പേര് സന്ധ്യ. സുന്ദരിയായ സന്ധ്യ. ആരെയോ വിചാരിച്ച് തുടുക്കും കവിളുമായി, ആരെയോ വിചാരിച്ച് തുടുക്കും കവിളുമായി ദൂരയാത്തിക്കും സന്ധ്യാലക്ഷ്മി. ദൂരയാത്തിക്കും സന്ധ്യാലക്ഷ്മി. ആരെക്കുറിച്ചാണ് സന്ധ്യാലക്ഷ്മി ആലോചിക്കുന്നത് എനിക്ക് നിശ്ചയമില്ല. ആരെയോ വിചാരിക്ക് തുടുക്കും കവിളുമായി ദൂരയാത്തിക്കും സന്ധ്യാലക്ഷ്മി. വെറുതെ അവിടെ ഇരിക്കുകയല്ല, ആരെക്കുറിച്ചാണോ അവൾ ആലോചിക്കുന്ന ആ ആളിനു വേണ്ടി തുന്നുവാൻ എറിഞ്ഞിട്ട നീലമാമ്പുകൂലപ്പോൾ നിന്നും തിരകളാൽ ചുളിയും പാരാവാരം. നിന്നും തിരകളാൽ ചുളിയും പാരാവാരം. തിരകളാൽ ചുളിയുന്ന സമുദ്രമാകുന്ന നീലപ്പട്ടുറുമാല് വാരി മടിയിലിട്ടവൾ അസ്തമിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യന്റെ അന്തിക്കതിരുകളാകുന്ന നൂലിഴ കൊണ്ട് തുന്നുവാൻ എറിഞ്ഞിട്ട നീലമാമ്പുകൂലമ്പോൾ തിരകളാൽ ചുളിയും പാരാവാരം. അങ്ങനെ ആർക്കോ വേണ്ടി പട്ടുറുമാല് തുന്നുന്ന സന്ധ്യ ഒരു ഭാഗത്തിരിക്കുന്നു. ഇതാ ഒരു പഞ്ചമി ചന്ദ്രക്കല പ്രത്യക്ഷപ്പെട്ടു. തൊട്ടടുത്തൊരു നക്ഷത്രം. അവിടെ എവിടെയായി ചില നക്ഷത്രങ്ങൾ വന്ന് പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇത്രയൊക്കെ ആയപ്പോഴേക്ക് ആ പെണ്ണിന്റെ മനോഭാവം, ഏത് പെണ്ണിന്റെ? കല്യാണം കഴിഞ്ഞ് ഭർത്താവിന്റെ വീട്ടിൽ ആദ്യത്തെ ദിവസം വന്നു നിൽക്കുന്ന ആ പെണ്ണിന്റെ മനോഭാവം ഞാൻ പറയണമെന്നില്ലല്ലോ. ഒരു വാക്കിനോ മനയ്ക്കെന്തു നാൾ, ഒരു വാക്കിനോ നാണമൊക്കെ പുറമെയാണ്, മനസ്സിലിരിപ്പെന്താ? ഇനി വേറൊരു ഉത്സവം എന്തു വേണം, ഇനി വേറൊരു ഉത്സവം എന്തു വേണം. നാണിച്ചു നാണിച്ചു മൗലി കുനിച്ച്, നാണിച്ചു നാണിച്ചു മൗലി കുനിച്ച് ലജ്ജിച്ചു മുഖം താഴ്ത്തി നിൽക്കുന്ന അവളെ അവിടെ കൂട്ടുകാരികളെല്ലാം കൂടെ വളരെ നിർബന്ധിച്ച് അങ്ങോട്ട് പറഞ്ഞു വിടുക. എടി പെണ്ണെ അങ്ങോട്ട് ചെല്ലടി പെണ്ണെ, ഇതെന്തൊരു ലജ്ജയായി, എന്തൊരു നാണോ, അങ്ങോട്ട് ചെല്ലടി പെണ്ണെ, അദ്ദേഹം നിന്നെ കാത്തിരിക്കുന്നു. അവളെ പറഞ്ഞു വിടുമ്പോ ആ കൂട്ടുകാരികൾ സുന്ദരിയായ പെണ്ണിനെ എങ്ങനെയൊക്കെ കളിയാക്കാവോ അങ്ങനെയൊക്കെ കളിയാക്കുന്നത്. ഗമന വിളംബനമരുതിനി മമ സഖിതല്ലു ഗജല്ലുകളി, ഗമന വിളംബനമരുതിനി മമ സഖിതല്ലു ഗജല്ലുകളി. പോവുക 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 പോവുക. അദ്ദേഹം നിന്നെ കാത്തിരിക്കുന്നു. പാവം
നീ അങ്ങോട്ട് ചെല്ലുന്ന കരുതി അവിടെ എന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്നത്. നവസുമതൽപ്പം വിവരമായ നവസുമതൽപ്പം വിവരമായ ഓർത്തുനിരിക്കുന്നു. നയനം സഹിതം വരുമാവഴിയുള്ളയക്കുന്നു. സഹിതം വരുമാവഴിയുള്ളയക്കുന്നു. ഗമരാളമില്ലാസമിതം പിന്നി ഗമന വിളംബനമഴുതി മമ സഖി ചെല്ലുക ചെല്ലുക പോവുക 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 പോവുക. അങ്ങോട്ട് ചെല്ലു പെണ്ണെ, ചെല്ലു പെണ്ണെ. അവളെ ഒറ്റയ്ക്ക് അവളെ പറഞ്ഞു വിട്ടിട്ട് കൂട്ടുകാരികൾ മാറിപ്പോയി. അവൾ ഒറ്റയ്ക്കായി. അവൾ ഒറ്റയ്ക്കല്ല, സഹിക്കാനാവാത്ത ലജ്ജയും. അനങ്ങാൻ വയ്യ, മിണ്ടാൻ വയ്യ. പക്ഷെ അനങ്ങാതെ വയ്യല്ലോ, മിണ്ടാതെയും വയ്യല്ലോ. മെല്ലെ മെല്ലെ അവൾ മുമ്പോട്ട് പോയി. കൈത്തന്നലൊന്നങ്ങാൻ തൊട്ടാൽ കുഞ്ഞുന്ന മുട്ടിട്ട മുല്ലയെപ്പോലെ, മുട്ടിട്ട മുല്ലയെപ്പോലെ. കൈത്തന്നലൊന്നങ്ങാൻ തൊട്ടാൽ കുഞ്ഞുന്ന മുട്ടിട്ട മുല്ലയെപ്പോലെ, മുട്ടിട്ട മുല്ലയെപ്പോലെ. ഒരു കുളിർകാറ്റ് ചെന്ന് തൊട്ടുപോയാൽ കുണുങ്ങിക്കുണുങ്ങി നിൽക്കുന്ന മൊട്ടിട്ട മുല്ലവല്ലിയെ കണക്കി പെണ്ണ് നാണം കുണുങ്ങി കുണുങ്ങി അവളൊരു കാനനച്ചാർത്തി പകുങ്ങി കാനനച്ചാർത്തി പകുങ്ങി. അവൾ ചെന്ന് ഒളിച്ചു നിൽക്കുന്നു. ഭർത്താവളെ കണ്ടു. കണ്ടിട്ടുമായത് കാണാത്ത ഭാവം നടിച്ചവൻ ആവനദേവതേ ആവനദേവതേ എന്നുടിയെന്നവൻ അവലാതിപ്പെട്ടുഴൻ അവലാതിപ്പെട്ടുഴൻ ആവനദേവതേ. അവൻ നമ്മെ കണ്ടു. ജീവിതത്തിൽ ആദ്യമായി അത്രയും അടുത്ത് കണ്ടു. ഭാര്യയും ഭർത്താവും തമ്മിൽ അത്രയും അടുത്ത് കണ്ടു. 4-5 ദിവസം കഴിഞ്ഞു പോയി. മധുമിഥുവിന്റെ മധുരന്തി കിട്ടുന്ന 4-5 ദിവസം കഴിഞ്ഞു പോയി. സ്നേഹിതരെ, സഹോദരരെ, നിങ്ങൾ കേട്ടു തുടങ്ങിയ കഥ പ്രേമശില്പി ഒരു സംഭവ കഥയാണ്. യഥാർത്ഥത്തിൽ ഉണ്ടായതാണ്. ഈ കഥയിലെ കഥാപാത്രങ്ങൾ ജീവിച്ചിരുന്നവരാണ്. ഇപ്പോഴൊന്നുമല്ല. ഒരു 5.5 നൂറ്റാണ്ടിനപ്പുറം, ഒരു 550 വർഷം മുമ്പ്. 550 വർഷം എന്ന് പറഞ്ഞാൽ അത്ര വലിയ വർഷമൊന്നുമല്ല. ഈ പറഞ്ഞതിനിടയ്ക്ക് 550 വർഷമൊക്കെ കഴിയും. 550 വർഷം മുമ്പ് ഇന്ത്യയിലല്ല, ഇന്ത്യക്കപ്പുറത്ത്, പാകിസ്ഥാനും അപ്പുറത്ത്, അഫ്ഗാനിസ്ഥാനും അപ്പുറത്ത്, ഉസ്ബെക്കിസ്ഥാൻ എന്നൊരു സ്ഥലമാണ്. അഫ്ഗാനിസ്ഥാനും അപ്പുറത്ത്, ബലൂചിസ്ഥാനും അപ്പുറത്ത് ഉസ്ബെക്കിസ്ഥാൻ എന്നൊരു സ്ഥാനമുണ്ട്. എവിടെയാണ് ഈ ഉസ്ബെക്കിസ്ഥാൻ? ഉസ്ബെക്കിസ്ഥാൻ റഷ്യയിലാണ്. റഷ്യയിൽ എന്ന് പറയുമ്പോൾ ഇന്നത്തെ റഷ്യയിലല്ല, നമ്മൾ അറിയുന്ന റഷ്യയുണ്ട്, ആ റഷ്യയിലല്ല. ഇത് പഴഞ്ചൻ റഷ്യ, പഴയ റഷ്യ. ഇന്നത്തെ റഷ്യ നടന്നില്ലല്ലോ എന്നുള്ളതാണ് ഈ കഥയെ സംബന്ധിച്ച് എന്റെ ദുഃഖം. ഇന്നത്തെ റഷ്യ നമ്മുടെ ഇന്ത്യയുടെ പ്രാണസുഹൃത്തായ റഷ്യ, ഇന്ത്യയുടെ ആത്മസുഹൃത്തായ റഷ്യ. ഈ കഥ പറയുന്ന 30 വർഷം മുമ്പൊക്കെ റഷ്യ എന്നൊക്കെ പറഞ്ഞ് റഷ്യയിൽ നടന്ന കഥയെന്ന് ചുമ്മാ ആദ്യം പറഞ്ഞു പോയാൽ ചിലർക്കൊക്കെ മുഖം പാടും, ചിലർക്കൊക്കെ ഒരു വിഷമമാവും. ഓ, ഇത് മുഴുവൻ നാടാ, അങ്ങനെ ചിലർ വിഷമിച്ചിട്ടുണ്ട്. ആ കാലത്തെ പ്രചരണം അങ്ങനെയാണ്. അന്ന് ഈ കമ്മ്യൂണിസത്തെക്കുറിച്ചും റഷ്യയെക്കുറിച്ചും ഒക്കെയുള്ള പ്രചരണം, വളരെ പ്രചണ്ഡമായ പ്രചരണം നടന്നിട്ടുള്ള കാലം. അതിനെതിരായിട്ടുള്ള പ്രചരണം. ഈ അരിവാളും ചുറ്റി എന്നൊക്കെ പറഞ്ഞ് എന്തിനാണെന്നറിയോ? അന്നത്തെ ചില പത്രങ്ങൾ, നമ്മുടെ നാട്ടിലെ ചില ഇപ്പോഴും ഉണ്ടാ പത്രങ്ങൾ, ആ പത്രങ്ങൾ പ്രചരിപ്പിച്ചത് അരിവാള് മൂപ്പിലാമ്മ കഴുത്തേലിട്ട് പിടിക്കാൻ, ചുറ്റിക മണ്ടയ്ക്ക് അടിക്കാൻ. പിന്നെ സ്റ്റാലിൻ, ഞങ്ങൾ രാവിലെ ചോരയല്ലേ കുടിക്കുന്നത്, ചോരയാ കുടിക്കുന്നത്. പിന്നെ ഇരുമ്പ് മറ. ഇപ്പോ ഇരുമ്പ് മറയൊക്കെ പോയി. മനുഷ്യന് ഇന്ത്യക്ക് ഒരു സുഹൃത്തുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ അവരാണ്. അതുകൊണ്ടാണ് നമ്മളൊക്കെ സമാധാനമായിട്ട് കുറ്റിക്കാട്ട് ദേവസ്വം ക്ഷേത്ര സന്നിധാനത്ത് സമാധാനമായിട്ട് ഇന്നിപ്പോ കഥാപ്രസംഗം കേൾക്കുന്നതും ഞാൻ സമാധാനമായിട്ട് കഥാപ്രസംഗം നടത്തുന്നു എന്നാണ് എന്റെ വിശ്വാസം. കാരണം
അവരുള്ളത് കൊണ്ട് ഈ പാകിസ്ഥാൻ നമ്മളെ ആക്രമിക്കുന്നില്ല. പാകിസ്ഥാൻ ആക്രമിക്കാൻ വേറെ നിൽക്കുന്നുണ്ട്. അവരുടെ ഇഷ്ടംപോലെ ആയുധമുണ്ട്. ആര് കൊടുത്തു? അമേരിക്ക കൊടുത്തു. അമേരിക്ക കൊടുത്തതിന്റെ 10 മടങ്ങ് ശക്തിയുള്ള കരുത്തുള്ള സാധനങ്ങൾ റഷ്യ നമുക്ക് തന്നിട്ടുണ്ട്. അത് മേടിച്ച് അവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. അത് തന്നെന്ന് മാത്രമല്ല, വിളിച്ചു പറയുന്നുണ്ട്. ഗോർബച്ചേവ് 6 മാസം മുമ്പ് ഇവിടെ വന്നപ്പോ വിളിച്ചു പറഞ്ഞു, പാകിസ്ഥാനെ ചൂണ്ടിക്കൊണ്ടുവന്ന് പറഞ്ഞു, ഇന്ത്യ ആരെങ്കിലും ആക്രമിച്ചാൽ സൂക്ഷിച്ചു വേണം ആക്രമിക്കാൻ, ഞങ്ങൾ അവരുടെ പുറകിലുണ്ട്, സൂക്ഷിച്ചു വേണം, അടിച്ചാൽ തിരിച്ചടി, ഒന്നാം തരം തിരിച്ചടി കിട്ടും എന്ന് പറയുക മാത്രമല്ല, സാധനങ്ങൾ, അതിന് പറ്റിയ സാധനങ്ങൾ, ഒന്നാം തരം ആയുധങ്ങൾ, നല്ല ഫലപ്രദമായ ഏറ്റവും സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള വെപ്പൺസ് നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ വെളിയിൽ നിന്ന് വേറെ സ്ഥലത്തൊക്കെ ചില മുങ്ങിക്കപ്പലൊക്കെ മേടിച്ചതിനകത്ത് വേറെ ചില കച്ചവടങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അത് അവരുടെ സ്വഭാവം അനുസരിച്ച് നടക്കുമല്ലോ. ഇതിനകത്ത് ആ ഇടപാടില്ല. ഈ റഷ്യക്കാർ നമുക്ക് തരുന്ന യാതൊരു കലവറയുമില്ലാതെ, ഒരു ചരടുമില്ലാതെ തരികയാണ്. അതാണ് ആത്മാർത്ഥ സുഹൃത്ത്, പ്രാണസുഹൃത്ത് ഞാൻ പറഞ്ഞത്. അങ്ങനെ പ്രാണസുഹൃത്തുക്കളാണ് ഇപ്പോൾ അവർ നമുക്ക്. അങ്ങനെയുള്ള ആ നാട്ടിൽ ഈ കഥ നടന്നില്ലല്ലോ എന്നുള്ളതാണ് ഇപ്പോഴ് എന്റെ വിഷമം. പണ്ടത്തെ അറബ് ഇന്ത്യൻ റഷ്യയിലാണ് ഈ കഥ നടന്നത്. 550 വർഷം മുമ്പ് നടന്ന ഈ കഥ ഞാനെങ്ങനെ അറിഞ്ഞെന്ന് ചോദിച്ചാൽ, നമ്മുടെ പൊറ്റക്കാട്, എസ് കെ പൊറ്റക്കാട് റഷ്യ കാണാൻ പോയിരുന്നു. അവിടെ വെച്ച് അദ്ദേഹം കേട്ടറിഞ്ഞ കഥ ഇവിടെ വന്ന് ഖണ്ഡകാവ്യ രൂപത്തിൽ എഴുതിയത് ഞാൻ കഥാപ്രസംഗ രൂപത്തിൽ അവതരിപ്പിക്കുക. പിന്നെ ഒരു അപേക്ഷ കൂടെ ഉള്ളത്, ഞാൻ കൂടെ നമ്മുടെ പൊറ്റക്കാടിന്റെ കൂടെ റഷ്യ വരെ പോയെന്ന് നിങ്ങളൊന്ന് സമ്മതിക്കണം. കഥ തീരുന്നവരെ മതി. അങ്ങനെ ഞാനും പൊറ്റക്കാടും കൂട്ടരുമൊത്ത് അന്നൊരു സായാഹ്നത്തിൽ ഞങ്ങൾ പാകിസ്ഥാനിൽ സുന്ദര സമർഖണ്ഡിൽ കാഴ്ചകൾ കാണാനെത്തി. അന്നൊരു സായാഹ്നത്തിൽ ഞങ്ങളും പാകിസ്ഥാനിൽ സുന്ദര സമർഖണ്ഡിൽ കാഴ്ചകൾ കാണാനെത്തി. സുന്ദര സമർഖണ്ഡിൽ കാഴ്ചകൾ കാണാനെത്തി. സമർഖണ്ഡ് നഗരം, ഈ സമർഖണ്ഡ് നഗരം തെരുവീഥിയിലൂടെ ഞങ്ങൾ പോവുകയാണ്. ആള് വലിക്കും, കുതിര വലിക്കും, കാള വലിക്കും, മണ്ണി. ആള് വലിക്കും, കുതിര വലിക്കും, കാള വലിക്കും, മണ്ണി. ചക്രം തിരിയും തിരിയലെല്ലാം എത്തി വലിച്ചു നടന്നു. ചക്രം തിരിയും തിരിയലെല്ലാം എത്തി വലിച്ചു നടന്നു. പലഹാരങ്ങൾ വിറ്റു നടന്നു, കൊടമണി കൊട്ടും മണ്ണി. പലഹാരങ്ങൾ വിറ്റു നടന്നു, കൊടമണി കൊട്ടും മണ്ണി. ആളുകൾ അനവധിയുണ്ടെന്നാൽ അതിലാരും ഇവിടെ ചേരാതെ. ആളുകൾ അനവധിയുണ്ടെന്നാൽ അതിലാരും ഇവിടെ ചേരാതെ. ആ നഗരത്തിൽ വീതികതോറും ഞങ്ങൾ അലഞ്ഞു നടന്നു. ആ നഗരത്തിൽ വീതികതോറും ഞങ്ങൾ അലഞ്ഞു നടന്നു. ഇങ്ങനെ പോകുമ്പോ പലതും അവിടെ കാണാനുണ്ട്. പണ്ടത്തെ ചരിത്രത്തിൻ ഗന്ധവും, ആ നാടിന്റെ പണ്ടത്തെ ചരിത്രത്തിൻ ഗന്ധവും സാംസ്കാരിക സ്പന്ദവും കലർന്നതായി പലതും കണ്ടു ഞങ്ങൾ. സാംസ്കാരിക സ്പന്ദവും കലർന്നതായി പലതും കണ്ടു ഞങ്ങൾ. ഉടഞ്ഞ പിഞ്ഞാണങ്ങൾ കണക്ക് ഓരോ കോണിൽ അടിഞ്ഞുകിടക്കുന്നു പള്ളികൾ, പ്രാചീനങ്ങൾ. വളരെ പഴക്കമുള്ള ദേവാലയങ്ങൾ, പല പള്ളികൾ തകർന്നു കിടക്കുന്നു. ഉടഞ്ഞ പിഞ്ഞാണങ്ങൾ കണക്ക് ഓരോ കോണിൽ അടിഞ്ഞുകിടക്കുന്നു പള്ളികൾ, പ്രാചീനങ്ങൾ. ഇങ്ങനെ പള്ളികളും ദേവാലയങ്ങളും ആ നാടിന് പൗരാണിക സംസ്കാരവുമായി ബന്ധപ്പെട്ട പല സ്ഥാപനങ്ങളും ഒക്കെ കണ്ട് ഞങ്ങൾ മുമ്പോട്ട് പോകുമ്പോ ഞങ്ങൾ വഴികാട്ടി പെൺകിടാം. ഞങ്ങളുടെ കൂട്ടർ പെണ്ണ് വന്നിട്ടുണ്ട്. അവിടുത്തെ ഗൈഡ് സർക്കാർ അയച്ചെന്നാണ്. ആ സ്ഥലങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചു അതിനെക്കുറിച്ചുള്ള വിശദീകരണം നൽകാൻ വേണ്ടി വന്നതാണ്. ഞങ്ങൾ വഴികാട്ടി പെൺകിടാം. അവൾ എന്നെ വിളിച്ചു പറഞ്ഞു, ഹലോ മിസ്റ്റർ സാമ്പശിവൻ, അങ്ങോട്ട് നോക്കൂ, അങ്ങോട്ട് നോക്കൂ. ഞങ്ങളെല്ലാവരും കൂടെ അങ്ങോട്ട് നോക്കി. കാരണം ആ പെണ്ണ് കൈയെടുത്താൽ ഒരു നർത്തകിയുടെ മട്ടുണ്ട്. അങ്ങോട്ട് നോക്കൂ. ഞങ്ങളെല്ലാവരും കൂടെ അങ്ങോട്ട് നോക്കി. അപ്പോ ആ വൃക്ഷൻ കൂട്ടത്തിനപ്പുറം ആകാശത്തുമ്പിയായി, അമ്പരത്തുമ്പിയായി നിൽക്കുന്ന ഒരു വലിയ സൗധം കാണുന്നു. അതെന്താണ്? ആ കാണുന്ന കെട്ടിടം ഏതാണ് പെണ്ണ്? ആ പെണ്ണ് പറഞ്ഞു, അതാണ് തിമൂർ പള്ളി.
തിമൂർ പള്ളി. ഇപ്പൊ ഞാൻ ചോദിച്ചു, ചരിത്രത്തിലൊരു തിമൂറുണ്ടല്ലോ, ഇന്ത്യ ചരിത്രത്തിൽ ഞാൻ തിമൂറിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. തൈമൂർ എന്ന് വിളിക്കും. തൈമൂർ ദി ലൈൻ, മുടന്തനായ തിമൂർ. തൈമൂർ ദി ലൈൻ, മുടന്തനായ തിമൂർ. ആ തിമൂറിന്റെ പള്ളിയാണോ? അതെ അതെ. എനിക്കതൊന്ന് കാണണം. കാരണം പണ്ട് ഇന്ത്യ ആക്രമിച്ച് ഇവിടുന്ന് പൊന്നും പണമൊക്കെ അടിച്ചുകൊണ്ട് ഒരു ഭയങ്കരനാണ്. അയാളുടെ പള്ളിയാണെങ്കിൽ ഒന്ന് കാണണം. അങ്ങനെ ഞങ്ങൾ ഒന്നിച്ച് തിമൂർ പള്ളി മന്ദിരം കാണാൻ അടുത്ത് ചെല്ലുകയാണ്. അടുത്ത് ചെന്നപ്പോഴല്ലേ കുഴപ്പം മനസ്സിലാവുന്നത്. ദൂരെ വെച്ച് കണ്ട സൗന്ദര്യമൊന്നുമില്ല. കുംഭഗോപുരം ശരിയാറായി, അതിന്റെ ഗോപുരം കുംഭഗോപുരം ശരിയാറായി ഇപ്പൊ വീഴുമെന്നുള്ള പരുവത്തിൽ ഇരിക്കുകയാണ്. തറകൾ പാണച്ചെടി തറവാടുകളായി. അതിനകത്ത് പാണൽച്ചെടി, പാഞ്ചിച്ചെടി ഉണ്ടല്ലോ. തറകൾ പാണൽച്ചെടി തറവാടുകളായി, കല്ലറകൾ ധരിച്ചീറിഞ്ഞാവാസരംഗങ്ങളായി. അതിന്റെ കല്ലറകളിൽ നരിച്ചീർ മക്കളും മരുമക്കളും അടങ്ങനെ സുഖിച്ചു കഴിഞ്ഞുകൂടുകയാണ്. കല്ലറകൾ ധരിച്ചീറിഞ്ഞാവാസരംഗങ്ങളായി, അസ്ഥിഖണ്ഡങ്ങൾ പോലായി വെണ്ണക്കൽ തൂണങ്ങൾ. അതിന്റെ വെണ്ണക്കൽ തൂണുക അസ്ഥികഷ്ണങ്ങൾ പോലെ ഇങ്ങനെ ഒടിച്ചൊടിച്ചിരിക്കുന്നു. കൊത്തുവേലകളെല്ലാം കരിഞ്ഞു വെണ്ണീറായി. ആകെ നാശമായി നിൽക്കുന്ന ഒരു പള്ളിമന്ദിരം. ഇത് കാണാനാണോടി പെണ്ണെ ഞങ്ങളെ വിളിച്ചുകൊണ്ടുവന്നത്? എനിക്ക് ദേഷ്യം വന്നു. പക്ഷെ പെട്ടെന്ന് ദേഷ്യം അങ്ങ് മാറി. അതിനകത്ത് ഒരാളിറങ്ങി വരുന്നു. ആ പള്ളിമന്ദിരത്തിനകത്ത് അതിന്റെ സൂക്ഷിപ്പുകാരനാണെന്ന് തോന്നുന്നു. ഒരു മൂപ്പലാൻ ഇറങ്ങി വരുന്നു. ചുട്ടോലുമക്ഷികൾ. ആള് വയസ്സനാണെങ്കിലും വള്ളത്തോട് വർണ്ണിച്ച മാതിരിയിരിക്കുന്നു. ചുട്ടോലുമക്ഷികൾ, നല്ല തിളക്കമുള്ള കണ്ണുകൾ, നരച്ചുമാറിൽ തൊട്ടോരു താടി, തുളിവീട് പരന്ന നെറ്റി, മുട്ടോളമെത്തിയ മുതലങ്ങൾ. ആ മട്ടിൽ മനുഷ്യൻ കൊണ്ടിറങ്ങുമെന്ന് ഞങ്ങളെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് അഭിവാദനം വരുന്നു. അസ്സലാമലൈക്കും, അസ്സലാമലൈക്കും. ഞങ്ങൾ പറഞ്ഞു അലൈക്കും അസ്സലാം. അങ്ങനല്ലേ അതിന്റെ ഇടപാട്. നമ്മൾ വന്ന് കാണുമ്പോഴെങ്ങനെയാണ് നമസ്കാരം, നമസ്കാരം. ചിലത് നമസ്കാരം ഒന്നല്ല, നമസ്തേ. വിഷമിച്ച് പോയിട്ടില്ല. ചില നമസ്തേ ഒന്ന് കേട്ട് പോന്നിട്ട്. ഓരോ ഭാഷയിൽ ഓരോ തരത്തിലാണല്ലോ. സാഹിബിന്റെ ഭാഷ എങ്ങനെയാണ്? ഗുഡ് മോർണിംഗ്. രാവിലെ ആദ്യം കാണുമ്പോൾ ഗുഡ് മോർണിംഗ്, പിന്നെ ഉച്ചതിരിഞ്ഞാണെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ, വൈകുന്നേരത്തിൽ ആണെങ്കിൽ ഗുഡ് ഈവനിങ്, രാത്രിയാണെങ്കിൽ ഗുഡ് നൈറ്റ്. സാഹിബിന് അങ്ങനെ ഓരോ സമയം വെച്ച് ഉള്ള അഭിവാദനമുണ്ട്. നമുക്ക് ഉച്ചയ്ക്കായാലും പച്ചപ്പാരാത്രിയായാലും കൊച്ചുകുളപ്പങ്കാലായാലും നമസ്തേ എടുത്തൊരു രീതിയിലാണ്. ചിലര് നമസ്കാരം പറഞ്ഞാൽ വിഷമിച്ചു. നമസ്കാരം. ചില നമസ്കാരം വന്ന് വേർന്ന് കയറിയിട്ട് വേറെ ചിലരുണ്ട് നമ്മൾ തൊഴുതാൽ തിരിച്ചു തൊഴില്ല. നമ്മൾ തൊഴുതാല് അവർ തലയാട്ടും. വരവ് വെച്ചു നമ്മൾ ഈ ഓരോരുത്തരുടെ ഗ്രേഡ് അനുസരിച്ചുകൊണ്ട് ഈ തൊഴിലിന്റെ വ്യത്യാസം. ഒരു സാധാരണ പോലീസ് കോൺസ്റ്റബിൾ സബ് ഇൻസ്പെക്ടർ കാണുമ്പോൾ കല്ലൂട്ട് കൊടുക്കുന്നുണ്ടോ? ഒരടിക്ക് ഒരു പിടികൂടാണ്. സബ് ഇൻസ്പെക്ടർ സ്വീകരിക്കുന്നുണ്ടോ? ആ കണ്ടതാണ് എന്റെ കയ്യിലിരിക്കുന്നത്. സബ് ഇൻസ്പെക്ടർ സർക്കിൾ ഇൻസ്പെക്ടർ കാണുമ്പോൾ ഒരടിക്ക് ഒരു പിടിയും കൂടാണ്. അതങ്ങനെ കയറി പോകുന്ന സ്വഭാവം. ഇങ്ങനൊരു നല്ല കാര്യം പറഞ്ഞു, ഞങ്ങൾ അതിന് മറുപടി പറഞ്ഞു. എന്താ മൂപ്പരാൻ പറഞ്ഞത്? അസ്സലാമലൈക്കും, നിങ്ങൾക്ക് ഈശ്വരാനുഗ്രഹം ഉണ്ടായിരിക്കട്ടെ. അലൈക്കും അസ്സലാം, നിങ്ങൾക്കും അപ്രകാരമായിരിക്കട്ടെ. ഉടനെ മൂപ്പരാൻ പറയുന്നു, വരൂ വരൂ, കെട്ടിടം കാണാം, കെട്ടിടം കാണാം, ഉള്ളിൽ കടക്കാൻ പാടില്ലല്ലോ, പട്ടികയാറായിട്ടുണ്ട് ഒക്കെയും പഴക്കത്താൻ. കെട്ടിടം കാണാം, ഉള്ളിൽ കടക്കാൻ പാടില്ലല്ലോ, പൊട്ടികയാറായിട്ടുണ്ട് ഒക്കെയും പഴക്കത്താൻ. ഇടിഞ്ഞു പൊളിഞ്ഞു നിൽക്കുക, ആരെ അകത്തോട്ട് കിടത്തരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് 4 വശവും നടന്നൊക്കെ കാണാം. കെട്ടിടം കാണാം, ഉള്ളിൽ കടക്കാൻ പാടില്ലല്ലോ, പൊട്ടിയാറായിട്ടുണ്ട് ഒക്കെയും പഴക്കത്താൻ. ഞാൻ പറഞ്ഞു വേണ്ട, അകത്ത് കാരണം നിർബന്ധമില്ല, 4 വശവും നടന്നും കണ്ടോളാം. കാരണം വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തിരിച്ച് ചെല്ലാമെന്ന് പറഞ്ഞിട്ടുണ്ട്.
അങ്ങനെ പള്ളി മന്ദിരത്തിൽ 4 ദിവസവും നടന്ന് അതിന്റെ ശില്പവേലകളും കൊത്തുവേലകളും കണ്ട് തിരിച്ചു വന്നപ്പോ സത്യം പറഞ്ഞു അത് കാണാതിന്റെ കഷ്ടമായി പോയി. അത്ര ഗംഭീരമായ ശില്പമാതൃക തിരിച്ചതിന്റെ മുറ്റത്ത് വന്നപ്പോ മൂപ്പിലാൻ പറയുന്നു, ഇരിക്കും, നല്ല മണല് വിരിച്ചിരിക്കൽ, അങ്ങോട്ടൊക്കെ ഇരിക്കൂ, ആ തണലിൽ തന്നെ ഇരിക്കൂ. ഞങ്ങളെല്ലാരും പള്ളി മുറ്റത്തെ തണലിൽ തങ്ങിയിരുന്നു. മൂപ്പല് പള്ളി മുറ്റത്തിൽ തിണയിൽ കയറിയിരുന്നു. എന്നിട്ട് താടിയും തലോടി, അത് മൂപ്പലാന്റെ ഒരു സൂക്കേട് എപ്പോഴും ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു നമ്മള് മൂപ്പൽ അറിയാതെ താടിയും കണ്ടിച്ച് കളഞ്ഞാലും പിന്നെ ഇങ്ങനെ ഇത് പിടിക്കുമെന്ന് തോന്നുന്നു. താടി തലോടിക്കൊണ്ട് പള്ളിമന്ത്രത്തിന്റെ മണ്ടയ്ക്ക് കണ്ണോടിച്ച് മൂപ്പരൊന്ന് ചിരിച്ചു, അർത്ഥഗർഭമായൊരു ചിരി. എന്നിട്ട്, നിങ്ങൾ ഇന്ത്യയിൽ നിന്ന് വന്ന് ഈ പള്ളിമന്ദിരം കണ്ടു, അല്ലയോ ഇന്ത്യൻ സുഹൃത്തുക്കളെ, ഈ പള്ളിമന്ദിരത്തെ സംബന്ധിച്ച് ഒരു കഥയുണ്ട്, ഒരു ഇതിഹാസം തന്നെയുണ്ട്. ഈ തിമൂർ പള്ളിക്കൽ പ്രാർത്ഥന പ്രതാപങ്ങൾ, ഈ തിമൂർ പള്ളിക്കൽ പ്രാർത്ഥന പ്രതാപങ്ങൾ വിസ്തരിച്ചോടി തരാം സിഗരറ്റൊന്നുകൾ. ഈ തിമൂർ പള്ളിക്കലും പ്രാർത്ഥന പ്രതാപങ്ങൾ വിസ്തരിച്ചോടി തരാം സിഗരറ്റൊന്നുകൾ. പെട്ടെന്ന് എസ്കേപ്പ് ഒറ്റക്കാണ് എന്റെ കോട്ടിന്റെ പോക്കറ്റിൽ ഒരു പാക്കറ്റ് സിഗരറ്റ് എടുത്തോളൂ. എസ്കേപ്പ് ഒറ്റക്ക ആള് വലിയ പുള്ളിയാണ്. എവിടെങ്കിലും ഒരു കഥയോ കാവ്യത്തിനോ ഒരു അംശം, അങ്ങനെ ഒരു ബീജം കിട്ടുമെങ്കിൽ അത് മുതലാക്കുന്ന ആളാണ്. പെട്ടെന്ന് ഒരു പാക്കറ്റ് സിഗരറ്റ് എടുത്ത് കത്തിച്ച് കുടുകൂടാ പുകയും കിട്ട് കഥ അങ്ങോട്ട് തുടങ്ങി. സുഹൃത്തുക്കളെ, നിങ്ങൾ ഇനി കേൾക്കാൻ പോകുന്ന കഥ സാംബശ്വം പറയുന്ന കഥയല്ല. ഈ പള്ളിമന്ദിരത്തിൽ തിന്നിരിക്കുന്ന ഈ മൂപ്പിൽ പറയുന്ന കഥ. ഇങ്ങനെ താടിക വഴിക്കൊണ്ട് കുടുകൂടാ പുകയും വിട്ട് കഥ പറയുന്നു. ഞാൻ നിങ്ങളോടൊപ്പം കഥ കേൾക്കാൻ ഇരിക്കുകയാണ്. അദ്ദേഹം തുടങ്ങി. 5.5 നൂറ്റാണ്ടുകൾക്കപ്പുറം തിമോറിന്റെ 5 സമർക്കണ്ടിൽ സഞ്ചരിക്കുക നമ്മൾ. 5.5 നൂറ്റാണ്ടുകൾക്കപ്പുറം തിമോറിന്റെ 5 സമർക്കണ്ടിൽ സഞ്ചരിക്കുക നമ്മൾ. 550 വർഷം മുമ്പ് ഇവിടുത്തെ തിമൂർ മന്നൻ, സമർഖണ്ഡിലെ രാജാവായിരുന്ന തിമൂർ മന്നൻ ബീബി എന്നൊരു പെണ്ണിനെ കല്യാണം കഴിച്ചു. കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ ദിവസം ഒരു വാക്കിനോ മനയ്ക്കെന്തുനാണ്, ഇനി വേറൊരു ഉത്സവം വേണം. കാണിച്ചു മൗലി കുനിച്ച്, കാണിച്ചു മൗലി